ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അദ്ധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 2, പേജ് നമ്പർ 468. രാജവിദ്യാ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. പദാനുപദം. ഇദം ഇത്. രാജവിദ്യ വിദ്യകളിൽ രാജാവും, രാജഗുഹ്യം പരമരഹസ്യവും, പവിത്രം പവിത്രവും, ഉത്തമം ഉത്തമവും, പ്രത്യക്ഷാവഗമം പ്രത്യക്ഷമായി ബോധ്യപ്പെടുന്നതും, ധർമ്മ്യം ധർമ്മ്യവും, കർത്തും ചെയ്യുവാൻ അനുഷ്ഠിക്കാൻ, സുസുഖം സുസുഖവും എളുപ്പമുള്ളതും, അവ്യയം ശാശ്വതവുമാകുന്നു. വിവർത്തനം. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ്. ഭാവാർത്ഥം. മുമ്പ് നയിച്ച എല്ലാ സിദ്ധാന്തങ്ങളുടെയും തത്വചിന്തകളുടെയും രത്നച്ചുരുക്കമായ ഈ 9-ാം അധ്യായത്തെ രാജവിദ്യയെന്ന് വിളിക്കപ്പെടുന്നു. ഗൗതമൻ, കണാദൻ, കപിലൻ, യാജ്ഞവൽക്യൻ, ശാണ്ഡില്യൻ, വൈശ്വാനരൻ എന്നിവരും വേദാന്ത സൂത്രകാരനായ വ്യാസമുനിയും ഭാരതത്തിലെ പ്രമുഖ തത്വജ്ഞാനികളാണ്. തത്വചിന്തയ്ക്കോ അതീന്ദ്രിയ ജ്ഞാനത്തിനോ ഇവിടെ യാതൊരു കുറവുമുണ്ടായിരുന്നിട്ടില്ല. അങ്ങനെയുള്ള വിവിധ തത്വസംഹിതകളുടെയും വേദങ്ങളുടെയും സൂക്ഷ്മ പഠനം കൊണ്ട് നേടാവുന്ന ജ്ഞാനത്തിൻ്റെ കാമ്പ് രാജവിദ്യ എന്ന ഈ അധ്യായത്തിലുണ്ടെന്ന് ഭഗവാൻ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ അതീന്ദ്രിയ ജ്ഞാനം അത്യന്തം രഹസ്യവുമാണ്. ഈ രാജവിദ്യയുടെ ലക്ഷ്യം ഭഗവത് സേവനം തന്നെ. സാധാരണയായി ജനങ്ങൾക്ക് ഈ രഹസ്യജ്ഞാനം നൽകപ്പെടാറില്ല. പ്രത്യക്ഷജ്ഞാനമേ അവർക്ക് കിട്ടുക പതിവുള്ളൂ. സാധാരണ വിദ്യാഭ്യാസത്തിന് പല വിഭാഗങ്ങളുണ്ട്. രാജതന്ത്രം,
സാമൂഹ്യശാസ്ത്രം, ഊർജതന്ത്രം, രസതന്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിങ്ങനെ ലോകത്തിലെങ്ങുമുണ്ട് ജ്ഞാനത്തിൻ്റെ ഈ വിവിധ വകുപ്പുകളും അവ പഠിപ്പിക്കുവാനുള്ള വമ്പിച്ച സർവകലാശാലകളും. നിർഭാഗ്യവശാൽ ജീവാത്മാശാസ്ത്രം പഠിപ്പിക്കുന്ന കലാശാലകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എവിടെയുമില്ല. ആത്മാവാണു താനും ശരീരത്തിൻ്റെ പ്രധാന ഘടകം. ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലേ ശരീരത്തിന് വിലയുള്ളൂ. എങ്കിലും സർവപ്രധാനമായ ആത്മാവിനെ കണക്കിലെടുക്കാതെ ജനങ്ങൾ ശാരീരികാവശ്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ഭഗവത്ഗീത 2-ാം അധ്യായം മുതൽക്ക് ആത്മാവിൻ്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരീരം നശിക്കുമെന്നും ആത്മാവിന് നാശമില്ലെന്നും ഭഗവാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അന്തവന്ത ഇമേ ദേഹാ നിത്യശോക്താഃ ശരീരിണഃ. ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് ഭിന്നനും സ്വഭാവേന ശാശ്വതനും നാശരഹിതനും മാറ്റമില്ലാത്തവനുമാണെന്ന അറിവ് രഹസ്യജ്ഞാനത്തിൻ്റെ ഭാഗം തന്നെ. എന്നാൽ അത് ആത്മാവിനെക്കുറിച്ചുള്ള വാസ്തവിക ജ്ഞാനം തരുന്നില്ല. ആത്മാവ് ശരീരത്തിൽ നിന്നു ഭിന്നനാണെന്നും അത് ദേഹമുപേക്ഷിച്ച ശേഷം ശൂന്യതയിൽ വ്യക്തിത്വമില്ലാതെ നിലനിന്നു പോരുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതല്ല. ശരീരത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്ന ആത്മാവ് അതിൽ നിന്ന് വിട്ട ശേഷം നിഷ്ക്രിയനാവുന്നതെങ്ങനെ? അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ശാശ്വതമായ ഒന്നിൻ്റെ പ്രവർത്തനവും ശാശ്വതമായതത്രേ. ആധ്യാത്മിക ലോകത്തിലുള്ള അതിൻ്റെ പ്രവർത്തനമാണ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ഏറ്റവും രഹസ്യമായ വശം. ജീവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ജ്ഞാനത്തിൻ്റെ അതീവ രഹസ്യമായ ഭാഗവും രാജവിദ്യയുമായാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സർവകർമ്മങ്ങളുടെയും അത്യന്തം ശുദ്ധീകൃതമായ രൂപമാണ് ഈ ജ്ഞാനമെന്ന് വൈദിക സാഹിത്യം പറയുന്നു. തുടരെ തുടരെ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമാണ് ദുഷ്കർമ്മങ്ങളെന്ന് പദ്മപുരാണം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഫലോദിഷ്ട കർമ്മങ്ങളിലേർപ്പെടുന്നവർ പല ഘട്ടങ്ങളിലും പലവിധം ദുഷ്പ്രതികരണങ്ങളിലും കുടുങ്ങിയേക്കാം. ഉദാഹരണത്തിന്, ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് പാകിയ ഉടനെ തന്നെ വൃക്ഷം മുളച്ചു വരാറില്ല. അതിന് സമയം ആവശ്യമാണ്. ആദ്യം അതൊരു കൊച്ചു തൈ മാത്രമായിരിക്കും. പിന്നെ വൃക്ഷമായി വളരും, പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ആ വൃക്ഷം നട്ടുവളർത്തിയവന് പൂക്കളും കായ്കളും കിട്ടും. അങ്ങനെ തന്നെ ഒരാൾ ചെയ്യുന്ന പാപകർമ്മവും കാലക്രമേണ മാത്രമേ ഫലിക്കൂ. പല ഘട്ടങ്ങൾ പിന്നിടണം അതിന്. ആ മനുഷ്യർ പാപകർമ്മം ചെയ്യുന്നത് നിർത്തിയേക്കാമെങ്കിലും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കാലതാമസമുണ്ടാകും. ബീജരൂപേണയുള്ള പാപങ്ങളുണ്ട്, ഫലം തന്നു തുടങ്ങിയവയുമുണ്ട്. ആ ഫലങ്ങളത്രേ നാം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ. 7-ാം അധ്യായത്തിലെ 28-ാം ശ്ലോകത്തിൽ പറയുന്നതുപോലെ പാപകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം തീർന്ന ശേഷം സത്കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലെ ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തനായി ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അഥവാ ഭഗവത് സേവന നിരതനായ ഒരാൾ സർവകർമ്മഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നുവെന്ന് പറയാം. ഈ പ്രസ്താവനയെ പദ്മപുരാണം പിന്താങ്ങുന്നു. അപ്രാരബ്ധഫലം പാപം കൂടം ബീജം ഫലോന്മുഖം ക്രമേണൈവ പ്രലീയേത വിഷ്ണുഭക്തിരതാത്മനാം. ഭഗവത് സേവനത്തിൽ മുഴുകിയവരുടെ പാപങ്ങൾ ഫലാവസ്ഥയിലെത്തിയിരുന്നാലും അങ്കുരാവസ്ഥയിലായിരുന്നാലും ക്രമേണ നാശമടയുന്നു. ഭക്തിഭരിതമായ സേവനത്തിൻ്റെ ശുദ്ധീകരണ ശക്തി അത്രയും പ്രബലമാണ്. അതിനെ പവിത്രം, ഉത്തമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉത്തമം എന്നാൽ അതീന്ദ്രിയം. ഭൗതിക ലോകത്തെയും അന്ധകാരത്തെയും സൂചിപ്പിക്കുന്ന വാക്കാണ് തമസ്.
ഉത്തമമെന്നാൽ ഭൗതിക പ്രവർത്തനങ്ങൾക്കതീതമെന്നർത്ഥം. ഭക്തന്മാർ ചിലപ്പോൾ സാമാന്യ ജനങ്ങളെപ്പോലെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി തോന്നാം. എന്നാൽ ഭക്തിപരമായ പ്രവർത്തനങ്ങളെ ഒരിക്കലും ഭൗതിക പ്രവർത്തനങ്ങളെന്ന് കരുതിക്കൂടാ. ഭഗവത് സേവനം കണ്ടുപോരുന്നവർക്കും ശീലിച്ചു പോരുന്നവർക്കും അറിയാം അത് ഭൗതിക പ്രവർത്തനമല്ലെന്ന്. ഭക്തിഭരിതങ്ങളും ആധ്യാത്മികങ്ങളുമായ അത്തരം കർമ്മങ്ങൾ ത്രിഗുണങ്ങളാൽ മലിനീകരിക്കപ്പെടാത്തവയാണ്. നേരിട്ടു തന്നെ ഫലങ്ങൾ ദൃശ്യമാകത്തക്ക വിധം അത്രയും കുറ്റമറ്റതാണ് ഭക്തിയുത സേവനം എന്നു പറയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നേരിട്ടു കണ്ടിട്ടുള്ളതും പ്രായോഗികമായി അനുഭവിച്ചിട്ടുള്ളതുമാണ് ഈ ഫലങ്ങൾ. നാമാപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിച്ച് ശീലിക്കുന്ന ആർക്കും ഉടനെ അതീന്ദ്രിയാനന്ദം അനുഭവപ്പെടും. ഭൗതിക മാലിന്യങ്ങൾ വേഗത്തിൽ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ളതാണ്. നാമോച്ചാരണവും ശ്രവണവും മാത്രമല്ല, ഭക്തിപരമായ സേവനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കലും കൂടി നിർവഹിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനത്തിന് സഹായിക്കുന്നുവെങ്കിൽ ക്രമേണ ആധ്യാത്മികമായ ഉത്കർഷം ആ ഭക്തൻ അനുഭവപ്പെടുന്നു. ആത്മീയ ജീവിതത്തിലെ ഈ പുരോഗതിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മുൻകാല വിദ്യാഭ്യാസമോ യോഗ്യതകളോ ആവശ്യമില്ല. പവിത്രമായ ഈ പ്രക്രിയയിലേർപ്പെടുന്നത് കൊണ്ടുതന്നെ മനുഷ്യന് പരിശുദ്ധി ലഭിക്കും. അത്രമാത്രം കുറ്റമറ്റതാണ് ഈ പദ്ധതി. വേദാന്ത സൂത്രം 3.2.26 പറയുന്നു: പ്രകാശശ്ച കർമ്മണ്യഭ്യാസാത് പ്രതാപവത്താത് ഭഗവത് സേവനം. അതനുഷ്ഠിക്കുന്നതുകൊണ്ട് തന്നെ ജ്ഞാനം സിദ്ധിക്കും. നിശ്ചയം. നാരദ മഹർഷിയുടെ പൂർവജന്മം ഇതിനുദാഹരണമത്രേ. ഒരു വേലക്കാരിയുടെ മകനായിരുന്നു അദ്ദേഹം. കുലമഹിമയോ വിദ്യാഭ്യാസ യോഗ്യതയോ അദ്ദേഹത്തിനില്ലായിരുന്നു. അമ്മ പരമഭക്തന്മാരുടെ സേവനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നാരദനും അവരെ സഹായിക്കാറുണ്ട്. ചിലപ്പോൾ അമ്മയുടെ അഭാവത്തിൽ അദ്ദേഹം തന്നെ അവരെ പരിചരിക്കാറുമുണ്ടായിരുന്നു. നാരദമുനിയുടെ തന്നെ വാക്കുകൾ ഇപ്രകാരമാണ്. ഭാഗവതം 1.5.25 ഉച്ഛിഷ്ടലേപാനനുമോദിതോ ദ്വിജൈഃ സകൃത്സ്മ ഭുഞ്ജേ തദപാസ്തകിൽബിഷഃ ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസ്തധർമ്മ ഏവാത്മരുചിഃ പ്രജായതേ. ഈ ശ്ലോകത്തിൽ നാരദൻ ശിഷ്യനായ വ്യാസദേവന് തൻ്റെ മുൻജന്മ കഥ വിവരിച്ചു കൊടുക്കുകയാണ്. ബാല്യകാലത്തൊരിക്കൽ ചാതുർമാസ്യമനുഷ്ഠിക്കുന്ന ശുദ്ധഭക്തന്മാരെ താൻ പരിചരിച്ചു പോന്നുവെന്നും അങ്ങനെ അവരുമായി അടുത്തിടപെടാൻ അവസരമുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു. പാത്രം കഴുകുന്നതിനു മുമ്പേ അവരുടെ ഉച്ഛിഷ്ടം അനുമതിയോടുകൂടി എടുത്ത് കഴിക്കാറുണ്ടായിരുന്നു. ഇപ്രകാരം തുടർന്നപ്പോൾ ക്രമേണ അദ്ദേഹം സർവപാപങ്ങളിൽ നിന്നും മുക്തനായി ആ ഭക്തർഷികളെ പോലെ തന്നെ പരിശുദ്ധനായി തീർന്നു. ശ്രവണ കീർത്തനങ്ങളാൽ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുന്നതിൽ ആ ഭക്തന്മാർ എപ്പോഴും മുഴുകിയിരുന്നു. ക്രമേണ നാരദനും അതിൽ താത്പര്യം വളർന്നു. തത്രാന്വഹം കൃഷ്ണകഥാഃ പ്രഗായതാമനുഗ്രഹേണാശ്രണവം മനോഹരാഃ താഃ ശ്രദ്ധയാ മേനുപദം വിശൃണ്വതഃ പ്രിയശ്രവസ്യംഗ മമാഭവദ്രുചിഃ. ആ ഋഷികളുമായുള്ള സമ്പർക്കത്താൽ ഭഗവാന്റെ മഹിമകൾ കീർത്തിക്കുന്നതിലും കേൾക്കുന്നതിലും നാരദൻ അഭിരുചി വളർന്നു. ഭക്തിപൂർവം കൃഷ്ണനെ സേവിക്കുന്നതിൽ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ജനിച്ചു.
പ്രകാശശ്ച കർമ്മണ്യഭ്യാസാത് വേദാന്തസൂത്രം. ഭക്തിയുത സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നാൽ മാത്രം മതി, എല്ലാം തനിയെ തന്നെ വെളിവായിക്കൊള്ളും. ഇതിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ധർമ്മ്യമെന്നാൽ ധർമ്മത്തിലേക്ക് നയിക്കുന്ന വഴി എന്നർത്ഥം. ഒരു ദാസീപുത്രനായിരുന്നു നാരദൻ. വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചതുമില്ല. ആ ബാലൻ അമ്മയെ സഹായിച്ചു പോന്നു. ഭാഗ്യവശാൽ അമ്മയ്ക്ക് ചില ഭക്തന്മാരെ ശുശ്രൂഷിക്കാനൊരവസരം കിട്ടി. മകനും നല്ലൊരവസരം അങ്ങനെ ലഭിച്ചു. സജ്ജന സമ്പർക്കം കൊണ്ടു മാത്രം ആ ബാലന് സർവധർമ്മങ്ങളുടെയും ലക്ഷ്യമായ ഉന്നത പദത്തിലെത്താൻ സാധിച്ചു. അതെ, ശ്രീമദ് ഭാഗവതം പ്രസ്താവിക്കുന്നത് പോലെ ഭഗവത് സേവനം തന്നെ സർവധർമ്മങ്ങളുടെയും അന്തിമ ലക്ഷ്യം. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ. എല്ലാ മതങ്ങളുടെയും അന്തിമ ലക്ഷ്യം ഭക്തിയുത സേവനമാണെന്ന് മതവിശ്വാസികളിൽ പലർക്കും അറിയില്ല. 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ശ്ലോകത്തിൻ്റെ വിവരണത്തിൽ വ്യക്തമാക്കിയതുപോലെ വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ. ആത്മസാക്ഷാത്കാരത്തിന് വേദവിജ്ഞാനം ആവശ്യമാണ്. നാരദൻ ഗുരുകുലത്തിൽ പോയി പഠിച്ചിട്ടില്ല. അദ്ദേഹം വൈദിക സിദ്ധാന്തങ്ങൾ അഭ്യസിച്ചിട്ടുമില്ല. എങ്കിലും വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ അത്യുത്കൃഷ്ടമായ ഫലം അദ്ദേഹത്തിനു കിട്ടി. മതശാസനങ്ങൾ മുറയ്ക്കനുഷ്ഠിക്കാതെ തന്നെ അത്യുന്നതമായ പരിപൂർണത കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഈ പദ്ധതിയുടെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്നതും വൈദിക സാഹിത്യം വിശദീകരിച്ചിട്ടുണ്ട്. ആചാര്യവാൻ പുരുഷോ വേദ എന്ന്. വിശിഷ്ടരായ ആചാര്യന്മാരുടെ സഹവാസം കൊണ്ട് വേദങ്ങൾ പഠിക്കുകയോ വിദ്യ അഭ്യസിക്കുകയോ ചെയ്യാത്തവർക്കും സാക്ഷാത്കാരത്തിന് വേണ്ടുന്ന അറിവത്രയും നേടാൻ കഴിയും. ഭഗവത് സേവനത്തിൻ്റെ പദ്ധതി അത്രയും സുഖകരമത്രേ. സുസുഖം. എന്തുകൊണ്ട്? ശ്രവണം കീർത്തനം വിഷ്ണോ. ഭക്തന് ഭഗവത് മഹിമകൾ കീർത്തിക്കുകയോ ആധികാരികത്വമുള്ള ആചാര്യന്മാർ നൽകുന്ന ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ ചെയ്താൽ മതി. പിന്നീട് ഭഗവാന് നിവേദിച്ച സ്വാദേറിയ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഉച്ഛിഷ്ടമാസ്വദിക്കുകയും ചെയ്യാം. എല്ലാ നിലയിലും ആനന്ദകരമാണ് ഭക്തിപൂർവമായ സേവനം. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്കും ഭഗവത് സേവനത്തിന് സാധിക്കും. പത്രം പുഷ്പം ഫലം തോയം എന്നാണല്ലോ ഭഗവാൻ സ്വയം പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ ഭക്തരിൽ നിന്ന് എന്തും സ്വീകരിക്കാൻ തയ്യാറാണ്. എന്തായാലും വേണ്ടില്ല, ഒരു ഇലയോ പുഷ്പമോ ഒരു പഴമോ അല്പം ജലമോ എന്നിങ്ങനെ അതെന്തുമാകട്ടെ, ഭഗവാൻ അത് സ്വീകരിക്കും. ഇപ്പറഞ്ഞ വസ്തുക്കൾ ലോകത്തിലേതു ഭാഗത്തും സുലഭമാണല്ലോ. ഏതൊരു വ്യക്തിയും പ്രേമപൂർവം സമർപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ഉച്ചനീചത്വം കണക്കിലെടുക്കാതെ ഭഗവാൻ അത് സ്വീകരിക്കും. ചരിത്രത്തിൽ ഇതിനുദാഹരണങ്ങളേറെയുണ്ട്. ഭഗവത് ചരണങ്ങളിൽ അർപ്പിക്കപ്പെട്ട തുളസീദളങ്ങൾ ആസ്വദിച്ചതുകൊണ്ട് സനത്കുമാരനെ പോലുള്ള ഋഷികൾ മഹാഭക്തരായി. അതിവിശിഷ്ടമാണ് ഈ ഭഗവത് സേവന പ്രക്രിയ. സന്തോഷത്തോടെ അനുഷ്ഠിക്കാവുന്നതുമാണ്. അർപ്പണ കർമ്മത്തിലടങ്ങിയ കലർപ്പറ്റ പ്രേമമാണ് കൃഷ്ണൻ സ്വീകരിക്കുന്നത്. ഇവിടെ ഈ ഭക്തിയുത സേവനത്തെ ശാശ്വതമായി നിലകൊള്ളുന്നത് എന്ന് പറയുന്നു. മായാവാദികളായ പണ്ഡിതന്മാരുടെ സിദ്ധാന്തം ശരിയല്ല. അവരും ചിലപ്പോൾ ഭഗവത് സേവനത്തിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും തങ്ങൾ മുക്തരാവുന്നതുവരെ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒടുവിൽ മുക്തരായാൽ അവർ ഈശ്വരനിൽ ലയിക്കുമത്രേ.
അങ്ങനെ സമയം പോക്കാൻ മാത്രമായുള്ള താത്കാലിക സേവനം ശുദ്ധമായ ഭക്തിയുത സേവനമായി അംഗീകരിച്ചിട്ടില്ല. യഥാർത്ഥ ഭക്തിയുത സേവനം മുക്തിക്കു ശേഷവും തുടരും. ഭക്തൻ ആധ്യാത്മികമായ ഭഗവത് സാമ്രാജ്യത്തിലെത്തിയാൽ അവിടെയും ഭക്തിയുത സേവനത്തിലേർപ്പെടുന്നു. അയാൾ ഭഗവാനുമായി ഏകീഭവിക്കാൻ ശ്രമിക്കുകയില്ല. ഭഗവത്ഗീതയിൽ കാണുന്നതുപോലെ യഥാർത്ഥ ഭക്തിയുത സേവനം മുക്തിക്കു ശേഷമാണ് ആരംഭിക്കുന്നത്. മുക്തനായി ബ്രഹ്മപദസ്ഥനാകുമ്പോൾ ബ്രഹ്മഭൂതഃ ഒരാളുടെ ഭക്തിഭരിതമായ സേവനം തുടങ്ങുകയായി. സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. സ്വതന്ത്രമായി കർമ്മയോഗമോ ജ്ഞാനയോഗമോ അഷ്ടാംഗയോഗമോ മറ്റേതെങ്കിലും യോഗമോ അനുഷ്ഠിച്ചു മാത്രം ആർക്കും ഭഗവാനെക്കുറിച്ച് അറിവു നേടാൻ കഴിയില്ല. ഇത്തരം യോഗ പദ്ധതികളിലൂടെ ഭക്തിയോഗത്തിലേക്ക് അടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ഭക്തിയുത സേവനത്തിലേർപ്പെടാതെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. സാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാക്കളിൽ നിന്നും ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത മുതലായവ കേൾക്കുകയും ഭക്തിയുത ഭഗവത് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വഴി പവിത്രത കൈവരിക്കുമ്പോൾ ഒരാൾക്ക് കൃഷ്ണശാസ്ത്രം അഥവാ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതവും ഊന്നിപ്പറയുന്നുണ്ട്. ഏവം പ്രസന്ന മനസോ ഭഗവത് ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഹൃദയത്തിൽ നിന്ന് ക്ഷുദ്രഭാവങ്ങളെല്ലാം ഒഴിയുമ്പോൾ ഈശ്വരനാരെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഭക്തിയുത സേവനത്തിൻ്റെ കൃഷ്ണാവബോധത്തിൻ്റെ പ്രക്രിയ അതിനാൽ സർവവിദ്യകളുടെയും രഹസ്യജ്ഞാനങ്ങളുടെയും രാജാവാകുന്നു. ധർമ്മത്തിൻ്റെ പവിത്രതമമായ രൂപമാണിത്. അതോടൊപ്പം സുഖമായി അനായാസമായി അനുഷ്ഠിക്കാവുന്നതും. അതുകൊണ്ട് ഏവരും അത് സ്വീകരിക്കണം. ഹരേ കൃഷ്ണ.